ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി നെക്ലേസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള ബീഡ്സാണ് ഇതൊക്കെ. ഒരു പോൾ ബീഡുണ്ട്, ക്രിസ്റ്റൽ ബീഡുണ്ട്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്. ഈ 3 ടൈപ്പ് ബീഡ് വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ത്രെഡ്, കോട്ടൻ്റെ ത്രെഡാണ്. ഇത് 3 ലെയറായിട്ടാണ് വരുന്നത്. ഇത്ര കട്ടിയിൽ എടുത്താൽ നമുക്ക് സൂചി കോർക്കാൻ പ്രയാസമാണ്. അതിന് നമ്മൾ പിരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ലെയർ നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പശ തേച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ജോയിൻ്റ് ഇല്ലാതെ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 2 പീസായതുകൊണ്ട് ജോയിൻ്റ് ഉണ്ട്. ആദ്യം 4 ഗോൾഡൻ ബീഡ് ഇട്ടു. അതിനുശേഷം ഒരു ഗ്രീൻ ബീഡ്, പിന്നെ ഒരു വൈറ്റ് ബീഡ് ഒരു സൂചിയിൽ, മറ്റേ സൈഡിൽ സൂചിയിൽ ഒരു പച്ച ബീഡ്. എന്നിട്ട് ഓപ്പോസിറ്റ് കാണുന്ന വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഒന്നുകൂടി കാണിക്കാം. ഒരു സൈഡിൽ സൂചിയിൽ ഒരു ഗ്രീൻ ബീഡും വൈറ്റ് ബീഡും, മറ്റേ സൈഡിലൊരു ഗ്രീൻ ബീഡ്. എന്നിട്ട് അത് വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നൂലിൻ്റെ വലിയ നൂലെടുക്കണം. അതിൻ്റെ 2 സൈഡിലും സൂചി കോർത്തിട്ടുണ്ട്. എന്നാലേ ഇത് ചെയ്യാൻ ഈസി ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ചെയ്തെടുക്കുക. ഉള്ളിലൂടെ കോർത്ത് ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ മുമ്പ് ഈ മോഡൽ കുറേ ബ്രേസ്ലെറ്റിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്തിട്ട് തന്നെ അതിൽ പല മോഡലിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സൈഡിൽ ബീഡ്സ് കോർത്തിട്ടും ഫ്രണ്ടിൽ അതിൻ്റെ മുകളിൽ ബീഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ഭാഗം അതിൻ്റെ കുളത്ത് ചരട് വെക്കാനുള്ളതാണ്. ഇങ്ങനെ നമ്മൾക്ക് ഈ നെക്ലേസിന് എത്ര നീളം വേണം അതുവരെ നമുക്ക് ഏകദേശം ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 78ഓളം വൈറ്റ് ബീഡ് വന്നിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു നെക്ലേസിൻ്റെ വലിപ്പം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് നമുക്ക് തുടക്കം നമ്മൾ ചെയ്തത് 2 ഗ്രീൻ ബീഡ് വെച്ചിട്ടാണ്. അപ്പോൾ അവസാനവും 2 ഗ്രീൻ ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഗോൾഡൻ ബീഡ് 4 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് കെട്ടിയിടുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒരു 2 കെട്ട് കൊടുക്കണം. എന്നാൽ അത് ഇളകാതിരിക്കും. അടുത്ത വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത അടിയിലുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ബീഡ് ഇടുക, പിന്നെ ഒരു വൈറ്റ് ബീഡും, പിന്നെ ഒരു ഗോൾഡൻ ബീഡും. അങ്ങനെ ഹാങ്ങിങ് മോഡലാണ് ചെയ്യുന്നത് അടിഭാഗം. എന്നിട്ട് ഗോൾഡൻ ബീഡ് ഒഴിവാക്കിയതിന് ശേഷം മറ്റ് 2 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇട്ട ഗോൾഡൻ ബീഡിലൂടെയാണ് കോർത്തെടുക്കേണ്ടത്. എന്നിട്ട് തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, എളുപ്പമാണ് ചെയ്യാൻ. ഇത് നമ്മൾ നൂല് വലിയ കഷ്ണം എടുത്തതുകൊണ്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വർക്കും ചെയ്യുന്നത് ഈ ഒറ്റ നൂല് വെച്ചിട്ട് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഒരു ഗ്രീൻ ബീഡ്, പിന്നെ വൈറ്റ് ബീഡ്, ഗോൾഡൻ ബീഡ് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഗോൾഡൻ ബീഡ് ഒഴിവാക്കിയതിന് ശേഷം മറ്റേ 2 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. സിമ്പിളായിട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി ഒന്ന് കോർക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതായി ടൈറ്റായിട്ട് തന്നെ ഇരിക്കണത്. ഇടയ്ക്കൊന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 5-6 ബ്ലോക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ലൂസായി പോകും. ഇത്രയും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് അവസാന ഭാഗത്തുനിന്ന് കെട്ടിട്ട് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഈ ക്രിസ്റ്റൽ ബീഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ഉണ്ട്. ഇത് പല കളർ വെച്ച് ചെയ്താലും, റെഡിൽ ചെയ്താലും, എല്ലാ കളറിൽ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. അവസാനം നമ്മൾ സൂചി ഒഴിവാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇതുപോലെ
2-3 തവണ, ഒരു 3 തവണയെങ്കിലും നന്നായിട്ടൊന്ന് ആ ഇടയിൽ നൂല് ഇടയിൽ വരുന്ന രീതിയിലൊന്ന് കെട്ടി കൊടുക്കണം. നമ്മൾ കെട്ടിട്ട് പിന്നെ ബാലൻസ് ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ മറ്റൊരു സൈഡിൽ ഒരു നൂല് ഒരു ബാലൻസ് ഉണ്ടായിരുന്നു നമ്മളത്, അതെന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് മറുവശത്തേക്ക് കൊണ്ടുവരണം. അതിന് മുകളിലൊരു വർക്ക് ചെയ്യാനുണ്ട് നമുക്ക്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയും ഉപയോഗിക്കാം. ഇത് ഭംഗിയുണ്ട്. ഞാനിവിടെ ചെറിയ ഗോൾഡൻ ബീഡാണ് ഉപയോഗിക്കുന്നത്. താഴെ ഉപയോഗിച്ച ഗോൾഡൻ ബീഡിനേക്കാളും ചെറുതാണ് ഉപയോഗിക്കുന്നത്, ചെറുതാണ് വേണ്ടത്. ആ ഗ്യാപ്പിൽ കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ ഗോൾഡൻ ബീഡ് വെക്കുക. വലിയ ഗോൾഡൻ ബീഡ് വെച്ചാൽ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിൽക്കില്ല. അപ്പോൾ ചെറിയ കുഞ്ഞ് ഗോൾഡൻ ബീഡാണ് വെച്ചിട്ടുള്ളത്. ആ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിലൂടെയും കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഫുള്ളായിട്ട് കോർത്തെടുത്തു. അവസാനം നമുക്ക് ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ മുമ്പ് കെട്ടിയ പോലെ തന്നെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഒന്നുകൂടി സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ടിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. സൂചി ഒഴിവാക്കി ഒന്ന് കെട്ടിക്കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കരിയിച്ച് കളയാം. ഇതാണ് നമ്മളെ നെക്ലേസ്. അടിപൊളി നെക്ലേസാണ്. പാർട്ടി വെയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു നെക്ലേസാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പല നിറത്തിലുള്ള ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധാ ബീഡ്സ് വേണമെങ്കിലും വെക്കാം, എല്ലാം ഉപയോഗിക്കാം. 2 സൈഡിലും നമ്മൾ ചരടും കൂടി കൊടുത്താൽ നമ്മളെ നെക്ലേസ് റെഡിയായി. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വളം കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മേക്കിംഗ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.